എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഇത് നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ, പെന്തക്കോസ്തുകാർ മരിച്ചുപോയാൽ നിത്യതയിൽ പോകുമോ? വീഡിയോ പറയാനുള്ള കാരണം എന്നുള്ളത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തുറന്നു നോക്കിയാൽ, ഫേസ്ബുക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഓരോ ആൾക്കാർ മരിച്ചതിൻ്റെ ഒരു പടം വരും. എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതിക്കും നിത്യതയിൽ. പെന്തക്കോസ്തുകാരാണ് സ്ഥിരമായി മരിച്ചുപോയി കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വരുമ്പോൾ കൊടുത്തേക്കും നിത്യതയിൽ ഇന്ന ആൾ ഇത്ര വയസ്സ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കും. അത് മാത്രമല്ല, നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ റോഡ് ജംഗ്ഷനിലൊക്കെ കൊണ്ടുവന്ന് ഓരോ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ കൊണ്ടുവയ്ക്കും, ഫ്ലക്സ് വെച്ചിട്ട് അവിടെ എഴുതിക്കും ഇന്ന ആൾ മരിച്ചു നിത്യതയിൽ. ഇത് കൂടുതലും ആദ്യം ഒരു 10-20 വർഷക്കാലം മുമ്പൊക്കെ കണ്ടിരുന്നത് പെന്തക്കോസ്തുകാരിൽ മാത്രമാണ് ഈ ഒരു പരിപാടി. മരിച്ചുപോയ ആൾക്കാരൊക്കെ നിത്യതയിൽ എന്ന് എഴുതി വച്ചിരിക്കും. എന്നാൽ ക്രമേണ ഇപ്പോൾ ഇത് മാറി. ഇപ്പോൾ കത്തോലിക്ക മുതൽ ഉള്ള ഓർത്തഡോക്സ്, യാക്കോബായ, അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ, സെവൻത് ഡേ, ഇങ്ങനെയുള്ള സഭകളെല്ലാവരും അവരെ മരിച്ചുപോയ ആൾക്കാർ നിത്യതയിൽ എന്ന് എഴുതിയാണ് വെച്ചാണ് അവർ അത് ആചരിക്കുന്നത്. ഒരു ചടങ്ങ് പോലെ, മരണാനന്തര കർമ്മം പോലെ അത് ചെയ്തു കൊണ്ടുപോവുകയാണ്. ശരിക്കും ഇത് ഞാൻ ചോദിക്കാനുള്ളത് പെന്തക്കോസ്തുകാരെ പറ്റിയാണ്. പെന്തക്കോസ്തുകാരിന് തുടക്കമുണ്ടത്. പെന്തക്കോസ്തുകാർ മരിച്ചു പോയി കഴിഞ്ഞാൽ നിത്യതയിൽ പോകുമോ? ശരിക്കും പെന്തക്കോസ്തുകാർക്ക് നിത്യത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിത്യത എന്നൊരു സംഭവത്തെപ്പറ്റി ബൈബിളിൽ ഒരിടത്തും ഇല്ല. നിത്യത എന്നതുകൊണ്ട് പെന്തക്കോസ്തുകാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിത്യജീവൻ പ്രാപിച്ചു, മരിച്ചുപോയി കഴിഞ്ഞവരെല്ലാം നിത്യജീവൻ പ്രാപിച്ചു എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. ഇത് ശരിക്കും ബൈബിൾ അടിസ്ഥാനത്തിൽ എന്താണ് നിത്യത, അല്ലെങ്കിൽ എന്താണ് നിത്യജീവൻ? ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? മരിച്ചതിന് ശേഷമാണോ അതോ ജീവിച്ചിരിക്കുമ്പോഴാണോ നിത്യതയിൽ ഉണ്ടാകുന്നത്? നമുക്ക് ആദ്യം ബൈബിൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ബൈബിളിൽ നിത്യജീവനെപ്പറ്റി ആദ്യമായി പറയുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റേ പഴയ നിയമത്തിൽ ഒരു പുസ്തകത്തിലും നിത്യജീവനെപ്പറ്റി ഒരു വാക്ക് പോലും പറയുന്നില്ല. പറയുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മാത്രമാണ് പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കുമായും ഉണരും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് 2 വാക്യങ്ങളിൽ കൂടി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1-2 കൂടിയാണ് അത് വിശദമായി പറയുന്നത്. ഒന്നാമത്തെ പറയുന്നു, ആ കാലത്ത് നിന്റെ സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും എന്നാണ്. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാവുന്നു എന്നുള്ളത്. ഒരു ജാതി എന്നുള്ളത് ദൈവത്തെ വെറുക്കപ്പെടുന്ന ഒരു സമൂഹം. അതാണ് ജാതികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ജാതികൾ ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരു കഷ്ടകാലം ഉണ്ടാകും എന്ന്. അപ്പം അത് ലോക അവസാനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. അവിടെ അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഇസ്രായേൽ ജനം എന്നുള്ളത് ദൈവവചനം അനുസരിച്ചിട്ടുള്ള നിന്റെ ജനം. അന്യദൈവങ്ങളുടെ പുറകെ പോയിട്ടുള്ളവരാരും സ്വജനമായിട്ട്
ദൈവം കണക്കാക്കിയിട്ടില്ല. അവർ പുറം ജാതിക്കാരതാണ്, അവർ ജാതിയായിട്ട് മാത്രമേ ദൈവം കാണുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായും അനുസരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനം നിത്യമായും പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്നാണ്. പുസ്തകം എന്ന് ഉദ്ദേശിക്കുന്നത് ജീവന്റെ പുസ്തകമാണ്. അതായത് നീതിമാന്മാർ ആരൊക്കെയാണ് എന്ന് ദൈവം കണ്ടെത്തിയ മനുഷ്യരുടെ പേരുകൾ എഴുതപ്പെട്ടതാണ് ജീവന്റെ പുസ്തകം. ജീവന് അവകാശപ്പെട്ടവരായി മാറിയ സമൂഹം എന്നാണ് അതിനർത്ഥം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്ന പലരും നിത്യജീവനായും നിത്യ നിന്ദയ്ക്കുമായും നിത്യ ലജ്ജയ്ക്കുമായും ഉണരും എന്നാണ് പറയുന്നത്. പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ ആൾക്കാർ. അവരിൽ വിശുദ്ധന്മാരുണ്ട്, ദൈവവചനം അനുസരിക്കാത്ത പാപികളുണ്ട്. അതിൽ പാപികൾ എന്നൊരു രണ്ട് വിഭാഗമാണ്. ദുരുപദേശത്തിൽ കുടുങ്ങി ദൈവത്തിൽ നിന്നും അകന്നു പോയവർ. മറ്റു ചിലർ മനഃപൂർവ്വം ദൈവവചനം എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച മനുഷ്യർ. മറ്റൊരു സമൂഹം എന്നുള്ളത് ദൈവത്തെ പൂർണ്ണമായി ദൈവവചനത്തിൽ എന്ത് പറയുന്നു അത് പൂർണ്ണമായി ഞാൻ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നറിഞ്ഞ് പൂർണ്ണമായി മരണം വരെ ദൈവത്തിൻ്റെ വചനത്തെ കീഴ്പ്പെട്ട് ജീവിച്ച മനുഷ്യർ. അവർക്കാണ് നിത്യജീവൻ. നിത്യ ലജ്ജ എന്നുള്ളത് ദൈവവചനത്തെക്കാൾ ദുരുപദേശത്തിൽ വിശ്വസിച്ച് അതാണ് ദൈവത്തെ സേവിക്കുന്ന എന്ന തെറ്റിദ്ധരിച്ചു പോയ അവർ ലജ്ജിച്ചു പോവുകയും, എന്നാൽ നിത്യനിന്ദ എന്നുള്ളത് പരിപൂർണമായും ദൈവവചനത്തെ ഉപേക്ഷിച്ച മനുഷ്യർ അവർ നിത്യ നിന്ദയ്ക്കുമായും ഉണരും, അവരുടെ ന്യായവിധിക്കുമായി ഉണരും എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ദൈവവചനം അനുസരിച്ച മനുഷ്യർ നിത്യജീവനായി ഉണരും എന്നും അവിടെ എഴുതി കാണുന്നു. പുതിയ നിയമപുസ്തകത്തിൽ പറയുന്ന ഈ നിത്യജീവൻ എന്നുള്ളത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഞാൻ പെന്തക്കോസ്ത് സഭകളിൽ പോയിട്ടുള്ള ആളാണ്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ പോയ പെന്തക്കോസ്ത് സഭകളിലൊന്നും ശരിക്കും പറഞ്ഞാൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പാസ്റ്ററോട് ചോദിച്ചിട്ടുണ്ട്, സഭാവിശ്വാസികളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് മരണശേഷം ഉണ്ടാകുന്ന ഒരു ജീവനാണ് നിത്യജീവൻ. അതായത് നമ്മൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവനാണ്, അല്ലാത്തവരൊക്കെ മരിച്ചു പോകും എന്നാണ് എന്നെ പഠിപ്പിച്ചത്. എന്നാൽ ഇത് തെറ്റായ പഠിപ്പിക്കലാണ്, തെറ്റായ ഉപദേശമാണ്. നിത്യജീവൻ എന്നുള്ളത് ഒരു മനുഷ്യരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതായത് പാപം ചെയ്ത മനുഷ്യനെ ദൈവം മരിച്ച മനുഷ്യൻ എന്നാണ് പറയുന്നത്. പാപങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച്, പാപങ്ങൾ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങൾ കൂടി ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പനകൾ ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പനകൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പാപം. അതെന്തൊക്കെയാണെന്ന് പഠിച്ച് ആ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും ഞാൻ ആ പാപങ്ങൾ ചെയ്യില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു അഭിഷിക്തൻ്റെ കീഴിൽ ജലത്താൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പാപമോചിക്കപ്പെടും. അവൻ പിന്നീട് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവൻ നിത്യജീവൻ പ്രാപിക്കും എന്നാണ് തിരുവെഴുത്തിൽ പല 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 ഭാഗങ്ങളിലും പറയുന്നത്. അതാണ് ശരിയായ നിത്യജീവൻ. ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിലേക്ക് വരുന്ന വിശുദ്ധനായ ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്ന രീതിയെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ചതിന് ശേഷം ഒരാൾ ഭൂമിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ അവൻ നിത്യതയിൽ പോകും, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് വെറും പൊട്ടത്തരമാണ്. നമുക്ക് ഈ നിത്യജീവൻ എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണോ എന്ന് പരിശോധിച്ച് നോക്കുവാൻ നമുക്കൊരു വചനഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ 2-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിത്യജീവൻ എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അഭിഷേകമാണ്, അല്ലാതെ മരിച്ചു പോയതിനു ശേഷം കിട്ടുന്ന ഒരു സംഭവമല്ല എന്ന് മനസ്സിലാക്കുവാൻ വളരെ ഈസിയായി കഴിയും. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും എന്നാണ് ആദ്യം പറയുന്നത്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത്, അതായത് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ, അത് നിങ്ങൾ വിശ്വസിച്ച് അനുസരിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കട്ടെ എന്നാണ് അതിനർത്ഥം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം മുതൽ കേട്ടത്
ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളിൽ കൂടിയും ദൈവം സംസാരിച്ച വചനങ്ങൾ നമ്മൾ ആദ്യമായി കേട്ട് അത് അനുസരിച്ച് അതിൽ വിശ്വസിച്ച് അത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആ പാപമോചനം നേടി അവൻ വിശുദ്ധനായി മാറി അത് അനുസരിച്ച് പുതിയ വിശ്വസിക്കുന്നുവെങ്കിൽ പുത്രനിലൂടെ പറഞ്ഞ പുതിയ നിയമം നിത്യജീവന്റെ വചനം നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കുമെന്നാണ്. അതായത് പിതാവിലും പുത്രനിലും എന്തുണ്ടായിരുന്നു? പുത്രൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള മനുഷ്യനാണ് പുത്രൻ. അത് ദൈവകൽപ്പന പ്രമാണിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ പുത്രൻ. ആ ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ ആ പുത്രനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കും. ദൈവം അവന് പരിശുദ്ധാത്മാവ് എന്ന ദാനം കൊടുക്കും. അതുപോലെ നിങ്ങളിലും വസിക്കും. പുത്രനിൽ എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നോ അത് നിങ്ങളിലും ഉണ്ടാകും എന്നാണ് അവിടെ യോഹന്നാൻ അവിടെ വിശദീകരിക്കുന്നത്. അടുത്ത് പറയുന്നു, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പറയാൻ ദുരുപദേശം പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ കപട വിശ്വാസികൾക്ക് നേരെ, ആ സർപ്പസന്തതിക്ക് നേരെ, ആ ദുരുപദേശകർക്ക് നേരെ, അല്ലെങ്കിൽ ആ ദൈവദ്രോഹികൾക്ക് നേരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ ഇത് അവിടെ എഴുതുന്നത്, സഭകൾക്ക് വേണ്ടി ആ ലേഖനം എഴുതുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ആ തൊട്ടടുത്ത വാക്യം പറയുന്നത്. അതിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ ദൈവവചനം അനുസരിക്കുമ്പോൾ ദൈവം തരുന്ന ദാനമായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിരുവഴുത്തിൽ എന്ത് പഠിപ്പിച്ചു അത് പഠിച്ചത് നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ മറ്റൊരു ഉപദേശം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരു ദുരുപദേശകനും നിങ്ങളെ തെറ്റിക്കാൻ കഴിയില്ല എന്നാണ് അവിടെ പറയുന്നത്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നല്ലോ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിനോ അതിനെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. അതായത് വെളിച്ചം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ലോകത്തിൽ പ്രചരിപ്പിക്കുന്നവൻ അല്ലെ അനുസരിക്കുന്നവൻ, അത് പഠിച്ചവൻ, ഇത് മൂന്നും ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചമുള്ളവൻ്റെ അടുത്ത്, ആ വെളിച്ചം ഉള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു ദുരുപദേശകനും തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല. അവൻ്റെ ഉപദേശങ്ങൾ അവിടെ പ്രബലമാകില്ല. അവിടെ ദൈവത്തിൻ്റെ വെളിച്ചം എന്നുള്ള സത്യ ഉപദേശം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയാലും, സകലതും അത് ഫോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അതായത് നിങ്ങൾ എന്ത് ദുരുപദേശം കൊണ്ട് ആര് വന്നാലും, ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗത്തും, ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും വാട്സാപ്പ് ആയാലും മറ്റുള്ള കുറേ ചോട്ട ആപ്ലിക്കേഷനുകളായാലും എല്ലായിടത്തും പക്കാ ദുരുപദേശമാണ്. ഇവിടെ പല ആൾക്കാരും മറ്റുള്ള സഭകളിലെല്ലാം വ്യാജ സുവിശേഷമാണ്, എൻ്റെ സഭയിൽ മാത്രമാണ് ഒറിജിനൽ സുവിശേഷം എന്ന് തള്ളുന്ന കുറേ ആൾക്കാരുണ്ട്. അവൻ്റെ സഭയിലാണ് ഏറ്റവും കൂടുതൽ ദുരുപദേശം. ദൈവവചനത്തിൻ്റെ ഒരു ABCD പോലും അറിയില്ല. അങ്ങനെ തള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പറ്റിപ്പോവില്ല. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് എന്നുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിളിൽ എന്ത് പറയുന്നു, പച്ച മലയാളത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു മനുഷ്യരെയും ഒരു വ്യക്തികളുടെ വചനത്തെയും ഉപദേശത്തെയും നിങ്ങൾ കൈക്കൊള്ളരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്ത ജീവൻ നിത്യജീവൻ തന്നെ എന്നാണ്. അപ്പൊ ദൈവം തരുന്ന വാഗ്ദത്തം അത് നിത്യജീവനാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന നിത്യജീവൻ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 24 മുതൽ 27 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നും അത് ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവവചനം അനുസരിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിച്ച് നമുക്ക് ദൈവം തരുന്ന ദാനമാണ് പരിശുദ്ധാത്മാവെന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൽപ്പന കൂടി നമുക്ക് പഠിക്കാം. അത് മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലും,
ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലും അതേ ലൂക്കോസ് തന്നെ 18-ാം അധ്യായം 18 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 19, 16, 17, 18 സമ്പന്നൻ വന്ന് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? അതേ സമ്പന്നൻ തന്നെ മർക്കോസിലും ലൂക്കോസിലും വരുന്നുണ്ട്. ലൂക്കോസിൽ അമിതമായി വരുന്നത് 10-ാം അധ്യായം 25-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു ന്യായശാസ്ത്രി വന്ന യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? എല്ലാത്തിനും ഒരു മറുപടി തന്നെയാണ് യേശു ക്രിസ്തു കൊടുത്തത്. നിങ്ങൾ ദൈവവചനം പ്രമാണിക്കുക. എല്ലാത്തിൻ്റെ ബേസിക് എന്നുള്ളത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ വിശുദ്ധനാവുക. വിശുദ്ധനായാൽ മാത്രം എൻ്റെ ശിഷ്യനാവാനുള്ള യോഗ്യത ലഭിക്കും. ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളിലും ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവന് മാത്രമാണ് നിത്യജീവൻ ലഭിക്കുന്നത്. എല്ലാത്തിൻ്റെയും ബേസിക് എന്നുള്ളത് ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളുമാണ്. നമുക്ക് അത് ശരിയാണോ അല്ലയോ എന്ന് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെ വാക്യങ്ങൾ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തൻ മാത്രമേയുള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു സമ്പന്നനായ ഒരു വ്യക്തി, ഒരുത്തൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കുവാൻ ഗുരു എന്താണ് ചെയ്യേണ്ടത്? ഉടനെ യേശുക്രിസ്തു പറഞ്ഞ ഒറ്റ മറുപടിയാണ്, നല്ലവൻ എന്നത് ആരുണ്ട്? നല്ലവൻ ദൈവം മാത്രമാണ്. നീ നിത്യജീവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നല്ലവനായ ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ നീ പാലിക്കുക. അത് പാലിച്ചാൽ മാത്രമേ നിനക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. നിത്യജീവൻ എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പാപിയായ മനുഷ്യൻ അല്ലെങ്കിൽ മരിച്ച ഒരു മനുഷ്യൻ അവന് ജീവനുള്ളവനായി മാറുന്ന ഒരു അവസ്ഥയാണ് നിത്യജീവൻ. അവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്ന അവസ്ഥയാണ് ജീവനുള്ള അവസ്ഥ. അതായത് ദൈവം ആദാമിനെ എങ്ങനെ സൃഷ്ടിച്ചുവോ, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എങ്ങനെ ആദാമിനെ സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിയിൽ പ്രകാരം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയും പോലെ ഇവിടെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുന്നത് അവൻ പാപങ്ങൾ എന്താണെന്ന് പഠിച്ച് ആ പാപങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഒരു അഭിഷിക്തൻ്റെ കീഴിൽ സ്നാനപ്പെട്ട് വിശുദ്ധനായാൽ അവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കും എന്നുള്ളതാണ് അതിനർത്ഥം. യേശുക്രിസ്തുവിന് ലഭിച്ച നിത്യജീവനും അങ്ങനെ തന്നെയാണ്. യേശുക്രിസ്തു സ്നാപക യോഹന്നാൻ്റെ മാനസാന്തര പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യോഹന്നാൻ്റെ കീഴിൽ സ്നാനപ്പെട്ടപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ പ്രസാദിച്ചതിന് ശേഷമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം തൻ്റെ ആത്മാവിനെ പ്രാപ എന്ന പോലെ യേശുവിൻ്റെ ശരീരത്തിലേക്ക് വന്നത്. അതിന് ശേഷമാണ് യേശു ക്രിസ്തുവാകുന്നത്, അഭിഷിക്തനാകുന്നത്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ അഭിഷേകം ലഭിക്കുന്നത്. ദൈവകൽപ്പന പ്രമാണിക്കുക എന്ന് യേശുക്രിസ്തു അവനോട് പറഞ്ഞപ്പോൾ അത് ഏത് കൽപ്പനകളെന്നാണ് അവൻ അടുത്ത് ചോദിക്കുന്നത്. 18-ാമത്തെ വാക്യം. ഏവ എന്ന് അവൻ ചോദിച്ചതിന്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. അതായത് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങൾ കൂടിയും ദൈവം കൽപ്പിച്ച കൽപ്പനകൾ അത് പൂർണ്ണമായും അനുസരിക്കുക. ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്യുക, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്യാതിരിക്കുക. അത് ചെയ്യുമ്പോൾ മാത്രമാണ് അവനിൽ നിത്യജീവൻ പ്രാപിക്കുന്നത്. അപ്പോൾ അവൻ ഉടനെ ചാടിക്കഴി പറഞ്ഞു, യവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോയിരുന്നു, ഇനി ഉള്ളത് എന്ത് എന്ന് ചോദിച്ചു. അപ്പം ന്യായപ്രമാണം അനുസരിക്കുന്നവനാണ്, വിശുദ്ധനാണ്. അപ്പം വിശുദ്ധനായിക്കഴിഞ്ഞാൽ അടുത്ത ജോലി എന്നുള്ളത് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ പുതിയ കൽപ്പന കൂടി അവ അനുസരിച്ചാൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുകയുള്ളൂ എന്ന്. അത് നമുക്ക് അടുത്തുള്ള വാക്യങ്ങളിൽ കടന്നു പോകും. ഇവിടെ ഇത് പറഞ്ഞു പോയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ കൽപ്പന അനുസരിക്കണം. അതെന്താണ്? അടുത്ത യേശുക്രിസ്തു നിനക്കുള്ളത്
നീ അധിക സമ്പന്നനാണല്ലോ, എങ്കിൽ നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആ ദരിദ്രർക്ക് കൊടുത്താൽ നിന്റെ നിക്ഷേപം സ്വർഗത്തിലുണ്ടാകും, നീ നിത്യജീവന് പാത്രമാകും, ദൈവം നിന്നിൽ പ്രസാദിക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആ നിയമം അനുസരിക്കുവാൻ അവന് വയ്യ. ഇപ്പോഴത്തെ വിശ്വാസികളെ പോലെ ഇപ്പോഴത്തെ പുതിയ നിയമ വിശ്വാസികൾ പഴയ നിയമം അനുസരിക്കാൻ ഇഷ്ടമല്ല, അവന് പുതിയ നിയമം തന്നെ അനുസരിക്കണം. ഇത് ഇവിടെ തിരിച്ചാണ്. ഈ ധനികനായ ചെറുപ്പക്കാരൻ പഴയ നിയമം പൂർണ്ണമായും അനുസരിക്കുന്നു, പക്ഷേ പുതിയ നിയമം അനുസരിക്കാൻ അവൻ വയ്യ. നിനക്ക് അധിക സമ്പത്തുണ്ടല്ലോ, നീ അതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം എന്നെ അനുഗമിക്കുക, അന്നാണ് നിനക്ക് നിത്യജീവൻ കിട്ടും എന്നവിടെ യേശു പറയുന്നു. നീ സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്കുള്ളത് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാവും, പിന്നെ വന്നു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ നിനക്ക് നിത്യജീവൻ കിട്ടും. എന്നാൽ ആ ചെറുപ്പക്കാരനായ പയ്യൻ അധികം സമ്പത്തുള്ളവനായോണ്ട് അവന് സമ്പത്തിനെ ഉപേക്ഷിക്കുവാൻ വയ്യ. ആ സമ്പത്ത് ദരിദ്രർ കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതിച്ചില്ല. കാരണം സമ്പത്താണ് അവന് വലുത്. നിത്യജീവനേക്കാളും അവന് വലുത് സമ്പത്താണ്. യേശുക്രിസ്തുവിൻ്റെ ശിശുത്വത്തെക്കാളും വലുത് അവന് സമ്പത്താണ്. പഴയ നിയമവും പുതിയ നിയമവും അനുസരിക്കുന്നവന് മാത്രമാണ് നിത്യജീവൻ എന്ന് ഈ ഒരു വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി നിത്യജീവൻ ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ നമ്മൾ ന്യായപ്രമാണവും പഴയ നിയമ പുസ്തകങ്ങളിലുള്ള ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളിലെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധനായാൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാവുവാനുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-16 വാക്യങ്ങളൊന്ന് വായിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ, അത് പണ്ട് മോശയുടെ കാലത്ത് ന്യായപ്രമാണ കാലഘട്ടത്തിൽ ഒരു സർപ്പത്തിൻ്റെ കടിയേറ്റ് അനേകം ആൾക്കാർ മരിക്കുന്നു. ഇതിനെതിരെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ പാമ്പിൻ്റെ വിഷബാധമേറ്റ് അനേകം മനുഷ്യർ മരിക്കുന്നു, അതിനുള്ള രക്ഷ തരണം. അപ്പോൾ ദൈവം പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി നീ കെട്ടിത്തൂക്കിയിടുക. ആ സർപ്പത്തെ നോക്കുന്നവൻ, പാമ്പ് കടിയേറ്റ് മരിച്ചവനൊക്കെ പഴയതുപടി ജീവനുള്ളവനായി മാറും. അതുപോലെ മരിച്ച മനുഷ്യൻ, പാപം ചെയ്ത് മരിച്ചുപോയ മനുഷ്യൻ, യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ വിശ്വസിച്ച് അതനുസരിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ നിത്യജീവൻ പ്രാപിക്കും എന്നാണ് ഒരു മാതൃകയായിട്ടാണ് അവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ, ഏകനായ ദൈവത്തിൻ്റെ ജാതനായ ആ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് എന്നതിനാണ് അവിടെ പറയുന്നത്. അടുത്ത യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:14 പറയുന്നു, ഒരു ശമരേക്കാരി സ്ത്രീയോട് യേശുക്രിസ്തു പറയുന്ന ഒരു ഉപദേശമാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ഞാൻ കുടിക്കുന്ന വെള്ളം, അതായത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വചനം വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളതാണ് അവിടെയും പറയുന്നത്. ഇനി അനേക ഭാഗങ്ങളുണ്ട്. യോഹന്നാൻ 5:24, യോഹന്നാൻ 5:39, യോഹന്നാൻ 6:27, യോഹന്നാൻ 6:40, യോഹന്നാൻ 6:47, യോഹന്നാൻ 6:68, യോഹന്നാൻ 10-ാം അധ്യായം 26 മുതൽ 28 വരെ വാക്യങ്ങൾ, യോഹന്നാൻ 12:50, യോഹന്നാൻ 17:2-3 ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു നിത്യജീവൻ എന്നതിനെപ്പറ്റി പറയുന്നത് ന്യായപ്രമാണം അനുസരിച്ച് അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ച് അതനുസരിച്ച് വിശുദ്ധനാകുന്നവർക്ക്, അല്ലെങ്കിൽ വിശുദ്ധനല്ലാത്തവൻ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്
പാപമോചന സ്നാനം സ്വീകരിച്ച് വിശുദ്ധനായവന് എൻ്റെ ശിഷ്യനാവുവാൻ യോഗ്യനാവും. അതിനുശേഷം ഞാൻ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കും എന്നാണ് യേശു അവിടെ പഠിപ്പിക്കുന്നത്. എനിക്ക് അടുത്ത് ചോദിക്കേണ്ടത് പെന്തക്കോസുകാരാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നവർ. മറ്റുള്ളവരുടെ അഭിഷേകമൊന്നും ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പെന്തക്കോസുകാർ മാത്രമാണ് അന്യഭാഷ പറയുന്നത്. അന്യഭാഷ പറയുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അടയാളം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പെന്തക്കോസുകാർക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കുന്നത്? അല്ലെങ്കിൽ തട്ടിപ്പോയാൽ അല്ലെങ്കിൽ മരിച്ചു പോയാൽ എങ്ങനെയാണ് നിത്യജീവൻ ലഭിക്കുന്നത്? ഒരിക്കലുമില്ല. പെന്തക്കോസുകാർ ഒരിക്കലും ന്യായപ്രമാണത്തെയോ പ്രവാചക പുസ്തകങ്ങളെയോ അനുസരിക്കുന്നുവെങ്കിൽ അവർ പരിപൂർണമായും വിശുദ്ധന്മാരാണ്. ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളിലുള്ള ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരാണ് വിശുദ്ധന്മാർ. അങ്ങനെ വിശുദ്ധന്മാർ ആയവർക്ക് മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാനുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ. എന്നാൽ അവർ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഏതെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അതുമില്ല. യേശുക്രിസ്തു പഠിപ്പിച്ച എല്ലാ ഉപദേശങ്ങൾക്കും നേർ വിപരീതമായ ഉപദേശമാണ് ഇവർ സഭകളിൽ പഠിപ്പിക്കുന്നത്, സഭകളിൽ അനുസരിക്കുന്നത്. സഭകളിൽ അത് പാരമ്പര്യമായി തലമുറയായി വരുന്നത്. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ പറയുന്ന ദൈവകൽപ്പനകളോ അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങളിൽ പറയുന്ന ദൈവകൽപ്പനകളോ അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള കൽപ്പനകളോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ സഭകളെ ഉപദേശിച്ച ആ കൽപ്പനകളെയോ ഇവരാരും അനുസരിക്കുന്നില്ല. ചുമ്മാ യേശു 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 എന്ന് പറയുന്നതല്ല. യേശു തൃത്വം, ദൈവം, പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയാം. ഹല്ലേലൂയ, സ്വോത്രം സ്വോത്രം, പ്രൈസ് ദി ലോർഡ് പ്രൈസ് എന്ന് പറയുന്നതല്ലാതെ അല്ലെങ്കിൽ ആ ബൈബിളിലുള്ള ചെറിയ വചനങ്ങൾ എടുത്ത് പ്രസംഗിച്ച് സഭായോഗങ്ങളിൽ സമയം കളയുന്നതല്ലാതെ ഒരു മനുഷ്യൻ അനുസരിക്കേണ്ട ദൈവകൽപ്പനകൾ ഏതെങ്കിലും ഒന്ന് യവന്മാർ പഠിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ന്യായപ്രമാണത്തിൽ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ടോ? പ്രവാചക പുസ്തകങ്ങളിൽ ദൈവം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കൽപ്പന പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കൽപ്പന ഇവർ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരിക്കലും ഇവർക്ക് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള യോഗ്യത ഇല്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. നിത്യജീവൻ എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. മരിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പാപിയായ ഒരു മനുഷ്യൻ പുനർജനിച്ച് സ്നാനത്തിലൂടെ വിശുദ്ധി നേടി പുനർജനിച്ച ഒരു മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ അവന് യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അനുസരിക്കണം. ഇതിലൊന്നും പെന്തക്കോസ്തുകാർ അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ നിയമത്തിലെ കൽപ്പനകളെയും പഴയ നിയമത്തിലെ കൽപ്പനകളെയും നേർ വിപരീതമായി ഉപദേശിക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ. ദൈവവചനത്തിൽ ഒരു കൽപ്പന അനുസരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കരുത് എന്ന് കൽപ്പിക്കുന്ന ഒരു സഭയാണ് പെന്തക്കോസ്ത് അനുസരിക്കുന്ന ഒരേ ഒരു ദൈവകൽപ്പന എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർ ആഭരണം ഉപേക്ഷിക്കുക എന്നുള്ളത്. ആഭരണം ഉപേക്ഷിക്കുക എന്നുള്ളത് ന്യായപ്രമാണ കൽപ്പനയാണ്. ന്യായപ്രമാണത്തിലെ ആഭരണം ഉപേക്ഷിക്കൽ എന്ന കൽപ്പന മാത്രം അനുസരിച്ചാൽ അവൻ വിശുദ്ധനാകുമോ? ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകം കൂടിയും ദൈവം കൽപ്പിച്ച കൽപ്പനകൾ 200 300 അതിനധികമോ ഉണ്ട്, ഞാൻ എണ്ണം നോക്കിയിട്ടില്ല. അതിൽ ഒരെണ്ണം മാത്രം അനുസരിച്ചാൽ നിങ്ങൾ വിശുദ്ധനാകാൻ പറ്റുമോ? യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു വചനം അനുസരിക്കാൻ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുമോ? ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും നിങ്ങൾ ദൈവകൽപ്പന പഠിക്കുന്നില്ല, ദൈവകൽപ്പന അനുസരിക്കുന്നില്ല, ദൈവകൽപ്പന ആരെയും പഠിപ്പിക്കുന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിത്യജീവൻ ലഭിക്കുന്നത്? ന്യായപ്രമാണത്തെയോ പ്രവാചകയോ പുസ്തകങ്ങളിലോ ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധന്മാരാകാത്ത പെന്തക്കോസ്തുകാരെ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുകയോ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ അനുസരിക്കുകയോ ചെയ്യാത്ത പെന്തക്കോസ്തുകാരെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കുന്നത്? ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിത്യജീവൻ പ്രാപിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് മരിച്ച ശേഷം നിത്യജീവൻ പ്രാപിക്കുന്നത്? എൻ്റെ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.